ദേവാലയത്തിൽ മണിനാദം കേൾക്കുമ്പോൾ നായ കുരയ്ക്കുന്നത് പ്രേതം പോകുന്നത് കൊണ്ടാണോ? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ നാട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മളൊക്കെ തന്നെ വിളിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രതിസന്ധി, ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ്. പക്ഷേ വാഹനത്തിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന വലിയ വലിയ ആളുകൾക്ക് അതൊരു പ്രതിസന്ധി ആവില്ല. അല്ലെങ്കിൽ വീട്ടിലോട്ട് ഇറങ്ങി ഗേറ്റ് അടയ്ക്കുന്ന ഗേറ്റ് കീപ്പർമാരുള്ളവർക്കൊന്നും ഇതൊന്നും വലിയ പ്രതിസന്ധി ആയിരിക്കില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ നായ്ക്കളുടെ ശല്യം. സാധാരണക്കാരനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു വ്യായാമത്തിന് പോലും ആവാൻ കഴിയാതെ നായയെ പേടിച്ച് വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. കയ്യിൽ വടി പിടിച്ചുകൊണ്ട് മോർണിംഗ് വാക്കിന് പോകേണ്ട ഗതികേടുള്ളവരെ എനിക്കറിയാം. അത് ഞാൻ കാണുന്നതാണ്, നിങ്ങളെല്ലാവരും കാണുന്നത്. ഇതല്ല എൻ്റെ പ്രധാന വിഷയം. അതിനൊക്കെ സമൂഹത്തെ നയിക്കുന്നവർ മറുപടി പറയട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചില തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടേയിരിക്കുക. അതിലുദാഹരണമാണ് നമ്മുടെ നാട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കേട്ടുള്ള മണി അടിക്കുമ്പം പട്ടി ഓരിയിടും. നിങ്ങൾക്കിപ്പോൾ കേൾക്കാതെ. അപ്പോൾ ഇങ്ങനെ പട്ടി ഓരിയിടുമ്പം നമ്മുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പ്രേതത്തെ കാണുമ്പോഴേ പട്ടി ഓരിയിടുന്നതെന്നൊക്കെയാണ്. തികച്ചും തെറ്റായ ഒരു ചിന്താഗതിയാണ്. ഞാനതിന് ഉദാഹരണം എൻ്റെ വീഡിയോയിൽ തന്നെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് വളരെ പാടുപെട്ടെടുത്തൊരു വീഡിയോ ആണ്. പട്ടി ഓരിയിടുന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഈ ലാൻഡിങ്ങും ടേക്ക് ഓഫും ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ വലിയതായിട്ട് കരയും. നമ്മൾ ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ചെവി അടഞ്ഞു വന്നിട്ട് നമുക്ക് സഫോക്കേഷൻ പോലും ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കരയാനും ചിരിക്കാനും ഒന്നും പറ്റാത്ത നമ്മൾ അടങ്ങി ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും. എന്നാൽ കുഞ്ഞുങ്ങളത് കരയുകയും ചെയ്യും. ഇതേപോലെ തന്നെ ദേവാലയത്തിന് മണി അടിക്കുമ്പം അതിൻ്റെ ശബ്ദം ഈ നായ്ക്കളുടെ ചെവിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ശബ്ദമാണ്. അതിൻ്റെ വേവ് ലെങ്ത്, അവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന വേവ് ലെങ്താണ്. അപ്പോൾ ആ വേവ് ലെങ്തിനെ സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് അവർ വലിയ വായിക്ക് ഓരിയിടുന്നത്. അതല്ലാതെ ഇത് പ്രേതത്തിൻ്റെ കാര്യമോ ഒന്നുമല്ല. ഇതാണ് വളരെ നിസ്സാരമായ കാര്യം എന്ന് കൃത്യമായി പറയാൻ വേണ്ടിയാണ്. മിക്കവാറും എല്ലാ പള്ളികളിലും ഉണ്ടാവും. കാരണം ഒന്നുകിൽ ഈ പട്ടികളുടെ ശല്യം പള്ളിക്ക് ചുറ്റും വഴിയിലും ഒക്കെ ആയിട്ട് കാണും. ഇല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടുകളിൽ പട്ടിയെ വളർത്തുന്നുണ്ട്. ഞാനിരുന്ന ഒരു പള്ളിയിൽ തൊട്ടടുത്ത വീട്ടിൽ നല്ല വലിയ കുറേ പട്ടികളെ വളർത്തുന്നുണ്ടായിരുന്നു. ആ പട്ടികളെല്ലാം കൂടെ ഓരിയിടും. രാത്രി സന്ധ്യാനമസ്കാരത്തിനായിരുന്നാലും രാത്രി നമസ്കാര സമയത്തായിരുന്നാലും പ്രഭാത നമസ്കാര സമയത്തായിരുന്നാലും ഒക്കെ അടിക്കുമ്പം വലിയ വൈക്ക് നിലവിളിക്കും. അപ്പം ആ നിലവിളിക്കുന്നതിൻ്റെ കാരണം ഒരിക്കലും പ്രേതത്തെ കണ്ടുകൊണ്ടൊന്നും അല്ല. ഇത് വളരെ നിസ്സാരമാണ്. ഇതിൻ്റെ വേവ് ലെങ്ത് ഇതിന് സഹിക്കുന്നതിന് കൂടുതലാണ്, ഡെസിബൽ ഇതിൻ്റെ കൂടുതലാണ്. അപ്പോൾ അത് സഹിക്കാൻ വേദന വരുമ്പോൾ അതിന് വേണ്ടി ഓരിയിടും. എപ്പം നിങ്ങൾ നിർത്തിയോ അന്നേരം പ്രേതം അപ്രത്യക്ഷമാവുമല്ല, പകരം അതിൻ്റെ ചെവിക്ക് സാന്ത്വനമായി അതിനെ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ കഴിയട്ടെ. അല്ലാതെ ആ തെറ്റിദ്ധാരണയിൽ തന്നെ ഇത് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. അതുകൊണ്ട് ശരി മനസ്സിലാക്കിയാലും പിന്നെ അത് തെറ്റ് ഇങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതല്ല നമുക്ക് വേണ്ടത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.